നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് അവസാന മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിൽ സ്ഥാനാർത്ഥികൾ, വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. RSSുമായി CPM രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടില്ല. RSSുമായി സഹകരിച്ചെന്ന പരാമർശം വളച്ചൊടിച്ചതെന്ന് MV ഗോവിന്ദൻ. BJPയുടെ സഹായത്തിനു വേണ്ടിയുള്ള പ്രണയാർദ്രമായ ഓർമ്മപ്പെടുത്തലെന്ന് VD സതീശൻ. കേരളം ലഹരിക്കെതിരായ പോരാട്ടത്തിലാണെന്നും സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രചാരണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജൂൺ 26-ന് 5ാം ഘട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമാകും. ഇസ്രായേൽ-ഇറാൻ സംഘർഷം 6ാം ദിനവും ആക്രമണം രൂക്ഷം. കനത്ത വ്യോമാക്രമണവുമായി ഇറാൻ, പ്രത്യാക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിലായിരുന്നു. പ്രമുഖ വ്യക്തികളുമായുള്ള സ്ഥാനാർത്ഥികളുടെ സ്വകാര്യ സന്ദർശനവും നടന്നു. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിലായിരുന്നു. പോളിംഗ് സാമഗ്രികൾ ഇന്ന് കൈമാറി. അവസാന മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. പ്രമുഖ വ്യക്തികളുമായുള്ള സ്ഥാനാർത്ഥികളുടെ സ്വകാര്യ സന്ദർശനവും നടന്നു. ഈ മാസം 23-നാണ് നിലമ്പൂരിൽ വോട്ടെണ്ണൽ. 3 ആഴ്ച നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് നിലമ്പൂർ അങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം സമാപനം കുറിച്ചത്. 3 സ്ഥാനാർത്ഥികളും റോഡ് ഷോയോടെയാണ് എത്തിയത്. LDF സ്ഥാനാർത്ഥി M സ്വരാജിനൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡ് ഷോയിൽ എത്തിയിരുന്നു. UDFന്റെ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണയുമായി DCC പ്രസിഡന്റ് VS ജോയ്, ഷാഫി പറമ്പിൽ MP തുടങ്ങിയവരും എത്തി. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിനൊപ്പം PK കൃഷ്ണദാസ്, B ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തിയിരുന്നു. കനത്ത മഴയിലും ആവേശത്തോടെയായിരുന്നു നിലമ്പൂരിൽ കൊട്ടിക്കലാശം കൊടിയിറങ്ങിയത്. അതേസമയം കലാശക്കൊട്ട് ഒഴിവാക്കി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് PV അൻവർ. കൊടുങ്കാറ്റ് വന്നാലും വോട്ട് പെട്ടിയിൽ വീഴുമെന്നായിരുന്നു അൻവർ പറഞ്ഞത്. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും സ്ഥാനാർത്ഥികളും. M5 ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. വോട്ടെണ്ണൽ കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ 2,32,381 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 1,13,613 പുരുഷ വോട്ടർമാരും 1,18,760 വനിതാ വോട്ടർമാരും 8 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക. ഇതിൽ 7,787 പേര് പുതിയ വോട്ടർമാരാണ്. 373 പ്രവാസി വോട്ടർമാരും 324 സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. വോട്ടെണ്ണൽ കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ 2,32,381 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 1,13,613 പുരുഷ വോട്ടർമാരും 1,18,760 വനിതാ വോട്ടർമാരും 8 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക. ഇതിൽ 7,787 പേർ പുതിയ വോട്ടർമാരാണ്. 373 പ്രവാസി വോട്ടർമാരും 304 സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹോം വോട്ടിംഗ് അർഹരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 2,302 പേരും 85 വയസ്സിന് മുകളിലുള്ള 1,370 പേരും മണ്ഡലത്തിലുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരിൽ 316 പേരും മുതിർന്ന പൗരന്മാരിൽ 938 പേരുമാണ് വീട്ടിൽ വെച്ച് വോട്ട് രേഖപ്പെടുത്തിയത്. ഉപതെരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ആദിവാസി മേഖലകളിൽ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ 3 ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 7 മേഖലകളിലായി 11 പ്രശ്നസാധ്യത ബൂത്തുകളുമുണ്ട്. വനത്തിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനമൊരുക്കും. എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും. റീസർവ് ഉൾപ്പെടെ 315 വോട്ടിംഗ് യന്ത്രങ്ങളും 341 VVPATകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും. 316 പ്രിസൈഡിംഗ് ഓഫീസർമാർ, 975 പോളിംഗ് സ്റ്റാഫ്, 10 മൈക്രോ ഒബ്സർവർമാർ ഉൾപ്പെടെ 1301 പോളിംഗ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും പരിശീലനം നൽകുകയും തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി 384 ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിവിധ ടീമുകൾ നിലവിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ കീഴിൽ 25 നോഡൽ ഓഫീസർമാർ, 29 സെക്ടർ ഓഫീസർമാർ, 29 സെക്ടറൽ അസിസ്റ്റന്റ്, 3 ട്രെയിനിംഗ് പേഴ്സൺസ്, 263 PLOമാർ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 3 നിരീക്ഷകരും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. M5 ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിലേക്കായി കൗണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 14 EVM കൗണ്ടിംഗ് ടേബിളുകളും 5 പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ട് കൗണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും.
വോട്ടെണ്ണൽ ദിനത്തിൽ 21 വീതം കൗണ്ടിംഗ് സൂപ്പർവൈസർ, കൗണ്ടിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ, കൗണ്ടിംഗ് സ്റ്റാഫുകളും 7 AROമാരും ഉൾപ്പെടെ 91 കൗണ്ടിംഗ് സ്റ്റാഫുകളെ നിയോഗിച്ചിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ്ങിനായി 8 പേർ വീതമുള്ള 32 ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. ജൂൺ 10 മുതൽ 16 വരെയുള്ള തീയതികളിൽ മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള ഹോം വോട്ടിംഗ് പൂർത്തിയായി. ജൂൺ 16-ന് വോട്ടിംഗ് മെഷീൻ വിതരണ ഉദ്യോഗസ്ഥർക്കും റൂട്ട് ഓഫീസർമാർക്കും ട്രെയിനിങ് നൽകി കഴിഞ്ഞു. മണ്ഡലത്തിലെ ഓരോ പോളിംഗ് ബൂത്തുകളിലും പരാതികൾക്ക് ഇടവരാത്ത വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരണങ്ങൾ വോട്ടർമാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമായി ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക. തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. ഇതിനുള്ള ക്രമീകരണം സ്കൂളിൽ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. പുലർച്ചെ 5:30-ന് മോക്ക് പോൾ ആരംഭിക്കും. ഇടതുപക്ഷം അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചെന്ന പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തന്റെ പരാമർശം വളച്ചൊടിച്ചതാണെന്നും സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി നീങ്ങിയ സാഹചര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. RSSുമായി CPM രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഇനിയും ഉണ്ടാവില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായി പഠിക്കണം. അങ്ങനെയല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താനും UDFന് അനുകൂല നിലപാടുകൾ സ്വീകരിക്കാനും മാധ്യമങ്ങൾ തയ്യാറായത്. അടിയന്തരാവസ്ഥ അർത്ഥ ഫാസിസത്തിന്റെ ഭാഗമായിരുന്നു. പാർലമെന്ററി ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്തു. ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന അനുഭവമുള്ളവരാണ് ഇവരെല്ലാം. ആ അർത്ഥ ഫാസിസ്റ്റ് രീതിയിലുള്ള കോൺഗ്രസ് നടപ്പിലാക്കിയ വാഴ്ചയ്ക്കെതിരെ രാഷ്ട്രീയ മുന്നേറ്റം നടന്നു. ആ മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് വിവിധ പാർട്ടികൾ ചേർന്ന് ജനതാ പാർട്ടി രൂപം കൊണ്ടത്. ജനതാ പാർട്ടി ആയത് ജനസംഘത്തിന്റെ തുടർച്ചയല്ല. അത്തരമൊരു കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയ സാഹചര്യത്തെയാണ് സൂചിപ്പിച്ചത്. അതിനെയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ചത്. RSSുമായി CPIM ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല, അതിനിയും ഉണ്ടാവില്ല, MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിന്റെ ഘട്ടത്തിൽ RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന നിലമ്പൂരിൽ RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയുള്ള പ്രണയാർദ്രമായ ഓർമ്മപ്പെടുത്തലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനതാ പാർട്ടിയുമായല്ല ജനസംഘവുമായും BJPയുമായും CPM കൂട്ടുകൂടിയിട്ടുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പഴയ RSS കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. പ്രത്യക്ഷത്തിൽ നമുക്കത് അനവസരത്തിലുള്ളൊരു പ്രസ്താവനയാണ് എന്ന് തോന്നുമെങ്കിലും അത് വളരെ ബുദ്ധിപൂർവമായി CPM പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ്. ഇന്നിപ്പോ അതിൽ നിന്ന് മലക്കം മറിയാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ ശ്രീ ഗോവിന്ദനും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയും പറഞ്ഞത് അത് ശരിയാണ്, അത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമായിട്ടുണ്ടായ ഒരു കൂട്ടുകെട്ടാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രം ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടാണ്, ജനസംഘവുമായിട്ട് പോലും അല്ല. ജനതാ പാർട്ടിയിൽ ജനസംഘം ലയിച്ചിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയ അടിയന്തരാവസ്ഥക്കെതിരായ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായ കൂട്ടുകെട്ട് മാത്രമാണ്, അല്ലാതെ ഒരു കൂട്ടുകെട്ടും ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ 1975 മുമ്പ് 67-ൽ CPMന് കൂട്ടുകെട്ടുണ്ടായിരുന്നു ജനസംഘമായിട്ട്. അതിന്റെ തെളിവുകൾ എല്ലാവർക്കും ഉണ്ട്. സംയുക്ത വിധായകദള ഉൾപ്പെടെയുള്ള ആളുകളുമായി ജനസംഘവുമായി CPMന് കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഇനി 1975-ലെ ഈ കൂട്ടുകെട്ടിന്റെ സമയത്താണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രീ സുന്ദരയ്യ രാജിവെച്ചത്. സുന്ദരയ്യയുടെ രാജിക്കത്ത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പുറത്തു വന്നത്. പാർട്ടി പൂഴ്ത്തിവെക്കുകയായിരുന്നു. എന്തായിരുന്നു സുന്ദരയ്യയുടെ രാജിക്കത്ത്? ഞാൻ രാജിവെക്കാൻ കാരണം സാമ്രാജ്യത്വ മനോഭാവമുള്ള പാരാമിലിറ്ററി ഫാസിസ്റ്റുകളായ RSSുമായി എന്റെ പാർട്ടി കൂട്ടുകൂടുന്നു, അത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിനും ഇടതുപക്ഷ പാർട്ടികളുടെ അവസാനത്തിനും അത് കാരണമാകും, അതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജിവെച്ചതാണ്. സുന്ദരയ്യയുടെ രാജിക്കത്തിൽ ഈ മെൻഷനുണ്ട്. MV ഗോവിന്ദന്റെ RSS പരാമർശത്തിൽ പ്രതികരിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. MV ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത തിരിച്ചടി ഉണ്ടാക്കും. RSSുമായി പരസ്യബന്ധം CPM ഉണ്ടാക്കിയിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും RSSുമായി CPM ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും വൈകിയാണെങ്കിലും MV ഗോവിന്ദൻ സത്യം സമ്മതിച്ചുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. RSSുമായിട്ട് പരസ്യബന്ധം CPM ഉണ്ടാക്കിയിരുന്നു.
അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്ധമായ കോൺഗ്രസ് വിരോധത്തിലാണ്. എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസിനെ എതിർക്കുക, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവർ നന്നായിട്ട് പ്രചരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും RSS BJP ബാന്ധവത്തിൽ CPM ഏർപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പ്രകടമാണ്. ഇന്നലെ ഗോവിന്ദ മാഷ് എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു. അതിപ്പോൾ സ്വരാജ് അതിനെ ന്യായീകരിക്കാനും അതിനെ മറച്ചു വയ്ക്കാനുമാണ് സ്ഥാനാർത്ഥി സ്വരാജ് ശ്രമിച്ചത്. അത് ജനതാദളുമായിട്ടായിരുന്നു സഖ്യമെന്ന് പറഞ്ഞു വയ്ക്കാൻ സ്വരാജ് ശ്രമിച്ചു. അതിൻ്റെ അർത്ഥം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ മാഷറെ ഈ വെളിപ്പെടുത്തൽ CPMന് കനത്ത തിരിച്ചടി ഉണ്ടാകും. ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവർ RSS BJP ബാന്ധവത്തിലായിരുന്നു, പലപ്പോഴുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അത് CPMന് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാത്തരം കൂട്ടുകെട്ടും തരാതരം പോലെ ഉണ്ടാക്കിയത് CPM ആണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. യാഥാർത്ഥ്യം എന്താണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സ്വരാജ് ഉള്ളത് ലഘൂകരിച്ചിട്ട് കാര്യമില്ലെന്നും നിലമ്പൂർ ഏതായാലും അവർക്ക് കൈവിട്ടുപോയി, അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രയോജനമുണ്ടാകുമോ എന്ന് നോക്കാൻ വേണ്ടിയാകും ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞതെന്നും ജമാഅത്ത് ഇസ്ലാമി ബന്ധം ആരോപണം മഴയത്ത് നിറഞ്ഞ പടക്കം പോലെ ആയെന്നും PK കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. യഥാർത്ഥം എന്താണെന്നുള്ളതും അവസാനം ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി. അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകൾ മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ്. അത് മറച്ചു വെക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ബന്ധത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചില്ലേ, അവരില്ല എന്ന് പറഞ്ഞതിൻ്റെ ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റും വന്നു. അതുകൊണ്ട് ലഘൂകരിച്ചു അങ്ങനെ ഒരു ബന്ധമില്ല എന്ന രൂപത്തിൽ. അല്ല, ഉള്ളത് ലഘൂകരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ലാത്ത പറയുമ്പോഴാണ് ഏശാത്തത് നനഞ്ഞ വടക്കാകുന്നത്. ഞങ്ങൾ കോൺഗ്രസോ UDF ഇത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ ഇവർ വലിയ ഒച്ചത്ത് പറയുകയാണ്, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ. പക്ഷേ ഇത് ഉള്ള കാര്യമാണ്. ആ ഉള്ള കാര്യം ഇപ്പോൾ അവരുടെ എല്ലാ കൂട്ടുകെട്ടിൻ്റെയും തെളിവുകൾ ഫോട്ടോ സഹിതം നാട്ടിലുണ്ട്. അതുകൊണ്ട് അവർക്ക് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞത്, പറഞ്ഞതിനെന്താ മടി, ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സമ്മതിച്ചതും തുറന്നു പറച്ചിലൊക്കെ അത് യാദൃശ്ചികമാണോ, അതല്ല അതിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നിലമ്പൂർ ഏതായാലും കൈവിട്ടു പോയി. അപ്പോൾ ഇനി ഇത് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയായിരിക്കും. നിലമ്പൂരിലേതായാലും അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവസാനത്തെ ദിവസം വന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിടുമോ? നിരാലംബരായവർക്ക് മലപ്പുറം ജില്ലയിലെ എടപ്പാളിലെ BLMന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സൗജന്യ ക്യാൻസർ വാർഡ് ആരംഭിക്കുമെന്ന് BLMന്റെ അമരക്കാരൻ R പ്രേംകുമാർ. കോഴിക്കോട് ഫാറൂഖിൽ BLM സംസർഗം 2025 അസോസിയേറ്റ് മീറ്റപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ നിരവധി പേർക്ക് സഹായങ്ങൾ വിതരണം ചെയ്തു. നമ്മളെ എല്ലാ മേഖലയിലും കാൽവെക്കാത്ത മേഖല ഇല്ല എന്നുള്ള രീതി നമ്മളെ കോളേജിനെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി അതിനുവേണ്ടി എഡ്യൂക്കേഷൻ ലൈനിൽ കൂടി ആൾക്കാർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ BLMൻ്റെ പ്രവർത്തന കാര്യങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ചെയ്യുന്ന വിഷയത്തിന് പുണ്യ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു എത്ര പുണ്യ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്ത് നമ്മൾ ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ക്യാൻസർ വാർഡിന് വേണ്ടി ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സംസർഗം 2025 അസോസിയേറ്റ് മീറ്റപ്പ് കോഴിക്കോട് സംഘടിപ്പിച്ചു. ഫറൂഖ് ആംബിയൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം BLM ഫൗണ്ടർ R പ്രേംകുമാർ നിർവഹിച്ചു. BLMന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരാലംബരായവർക്ക് 2 വീൽചെയറും കിടപ്പിലായ രോഗിക്ക് കട്ടിലും കിടക്കയും ഒപ്പം മജ്ജമാറ്റൽ ശസ്ത്രക്രിയ ആവശ്യമുള്ള കുട്ടിക്ക് ധനസഹായവും കിഡ്നി ഫെയിലറായ ആൾക്കുള്ള ധനസഹായവും കൈമാറി. ചടങ്ങിൽ പ്രസിഡന്റ് കരുണാമൂർത്തി, ഡയറക്ടർ VK സിബി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുറാം, PRO VP സൈദലവി, DGM ജ്യോതിപ്രകാശ്, ഡെപ്യൂട്ടി PRO മോഹനൻ എടത്തനാട്ടുകര, ഡെപ്യൂട്ടി ജനറൽ മാനേജർ സുധീർ കുമാർ, പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് കോർഡിനേറ്റർ രാജഗോപാൽ സ്വാഗതവും സീനിയർ കോർഡിനേറ്റർ ജിത്തുരാജ് നന്ദിയും പറഞ്ഞു. ബിസിനസ് ഡെസ്ക് M5 ന്യൂസ്.
കേരളം ലഹരിക്കെതിരായ പോരാട്ടത്തിലാണെന്നും സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രചാരണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് 5ാം ഘട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. എന്റെ കുടുംബം ലഹരിമുക്ത കുടുംബം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജനുവരി 30 വരെ നടത്തും. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പരിപാടികൾ നടപ്പിലാക്കും. സ്കൂളുകളിലെ പരാതികൾ പരിശോധിക്കും. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജൂൺ 10 മുതൽ 16 വരെ 730 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത കുടുംബം എന്ന പരിപാടിക്ക് തുടക്കം കുറിക്കും. 3 മാസത്തിനുള്ളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും പരമാവധി കുടുംബങ്ങളെ ലഹരിമുക്ത കുടുംബമാക്കുകയും ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ സമ്മാനം നൽകും. സ്കൂൾ കോളേജ് തലത്തിൽ NSS, SPC, ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ തലങ്ങളിൽ സ്കൂൾ പാർലമെൻറ്റ് സംഘടിപ്പിക്കും. ലഹരിമുക്ത സുരക്ഷിത വിദ്യാലയം കുട്ടികളുടെ അവകാശം എന്ന പ്രമേയം അവതരിപ്പിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും രാവിലെ 11 മണിക്ക് ഓഫീസ് മേധാവി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നതാണ്. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച 190 പേരുടെ മൃതദേഹം DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞെന്ന് ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. ഇതിൽ 123 പേർ ഇന്ത്യക്കാരാണ്. 7 പോർച്ചുഗീസ് പൗരന്മാർ, 27 UK പൗരന്മാർ, 1 കാനഡ പൗരൻ, 4 നാട്ടുകാർ എന്നിവരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. അതിനിടെ വിമാന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാരൻ വിശ്വാസ് കുമാർ ആശുപത്രി വിട്ടു. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിശ്വാസിനെ ഹോട്ടലിലേക്ക് മാറ്റി. 242 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ ഒരാളൊഴികെ 241 പേരും മരിക്കുകയായിരുന്നു. അപകട കാരണം അന്വേഷിച്ചുള്ള വിവിധ ഏജൻസികളുടെ പരിശോധന തുടരുകയാണ്. അതിനിടെ വിമാന അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ ദിവസവും 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീം ലൈൻ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ തകർത്തത്. 270ഓളം പേരാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. പ്രദേശവാസികളും വിമാനം വീണ് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിനുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും അപകടത്തിൽ മരിച്ചത് ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പശ്ചിമേഷ്യയെ അശാന്തമാക്കി ഇറാൻ-ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമാകുന്നു. ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ടെൽ-അവീവ് ഉൾപ്പെടെ ലക്ഷ്യമിട്ട് മിസൈൽ വർഷം ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് തടയാനായില്ലെന്ന് ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടു. ടെഹ്റാൻ ലക്ഷ്യമിട്ട് പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. പശ്ചിമേഷ്യയിലേക്ക് ബ്രിട്ടനും അമേരിക്കയും കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഹൈഫയിലും ടെൽ-അവീവിലുമുള്ള ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇറാൻ സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടെൽ-അവീവിലെ മൊസാദ് കേന്ദ്രം ആക്രമിച്ചെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അമേരിക്കയിൽ നിന്നും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇറാനെ പിന്തുണയ്ക്കുമെന്ന് ഹൂതികൾ അറിയിച്ചു. ടെഹ്റാനിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുടരുന്നുവെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇന്ത്യ-പാകിസ്ഥാൻ വെടിനിർത്തൽ നിലവിൽ വന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു. തീരുമാനം ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ്. അമേരിക്ക ഇതിൽ മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞു. വെടിനിർത്തൽ പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണെന്നും മോദി പറഞ്ഞു. വെടിനിർത്തലിന് അമേരിക്ക മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ വാദത്തെ തള്ളുന്നതായിരുന്നു മോദിയുടെ പ്രസ്താവന. ഇരു നേതാക്കളും നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇതേക്കുറിച്ച് സംസാരിച്ചതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് നേരത്തെ US-ലേക്ക് മടങ്ങിയതിനാൽ ഇരു നേതാക്കൾക്കും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചിരുന്നില്ല. ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഈ വിഷയം ഉയർന്നു വന്നതെന്ന് വിക്രം മിശ്രി പറഞ്ഞു. ഇരുവരും 35 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചുവെന്നും മിശ്രി പറയുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഇസ്രായേലിനോട് കരുണയുണ്ടാകില്ലെന്നും ഒന്നിനും വഴങ്ങില്ലെന്നും ഖമേനി പറഞ്ഞു. തന്റെ ഔദ്യോഗിക എക്സ് പോസ്റ്റിലൂടെ ഹീബ്രു ഭാഷയിലായിരുന്നു ഖമേനിയുടെ പ്രതികരണം. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര വീണ്ടും മാറ്റി. ദൗത്യം ഞായറാഴ്ച നടക്കുമെന്ന് ആക്സിയം സ്പേസ് കമ്പനി അറിയിച്ചു. ദൗത്യത്തിൽ ശുഭാംശു അടക്കം 4 പേരാണ് ഭാഗമാകുന്നത്. ദൗത്യം നാളെ നടത്താനാണ് മുൻപ് തീരുമാനിച്ചിരുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ ദൗത്യം വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു. ഇക്കാര്യം ISROയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേതന വർധനവടക്കം ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരയാത്ര സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമാപനമായി. മഹാറാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി ഭരണത്തിൽ വന്നാൽ ആശാവർക്കർമാരുടെ ഓണറേറിയമായിരിക്കും ആദ്യം പരിഗണിക്കുക എന്ന് VD സതീശൻ പറഞ്ഞു. ആശാവർക്കർമാരുടെ വേതന വർധനവടക്കം ആവശ്യപ്പെട്ട് ആശാവർക്കർ സംസ്ഥാന സെക്രട്ടറി MA ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് മഹാറാലി സംഘടിപ്പിച്ചത്. 14 ജില്ലകളിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കലെത്തിയ മഹാറാലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി ഭരണത്തിൽ വന്നാൽ ആശാവർക്കർമാരുടെ ഓണറേറിയമായിരിക്കും ആദ്യം പരിഗണിക്കുക എന്ന് VD സതീശൻ പറഞ്ഞു. ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെ ഇറക്കും. അന്ന് ഐക്യജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കും. ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ട്. ഒരു സംശയവും വേണ്ട. ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ, ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആവേശപൂർവ്വം സമരം ചെയ്യുന്ന എൻ്റെ സഹോദരിമാർക്കുള്ള വാക്കാണ്. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 129 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു അനുകൂല നടപടികളും നാളിതുവരെ ഉണ്ടായിട്ടില്ല. സിനിമയെ പോലും വെല്ലുന്ന മുതലാളിത്തത്തിന്റെ പ്രതീകമാണ് ഇടതുമുന്നണിയും പിണറായി സർക്കാരുമെന്നും സർക്കാരിനെതിരെ പോരാടാനാണ് തങ്ങളുടെ തീരുമാനമെന്നും ആശാവർക്കർമാർ പറഞ്ഞു. KHW സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് AS മിനി തുടങ്ങിയവർ സംസാരിച്ചു. M5 ന്യൂസ് തിരുവനന്തപുരം. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശൗചാലയങ്ങളായി ഉപയോഗിക്കുന്നതിനെതിരെ ഇടക്കാല ഉത്തരവുമായി കേരള ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പ് ഉടമകളുടെ ആവശ്യം അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ദീർഘഹ്രസ്വ ദൂരയാത്രകളിൽ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ ഉപയോഗിക്കുന്ന നിരവധി പേർക്ക് ബാധകമാവുന്നതാണ് തീരുമാനം. കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട MSC എൽസാത്രി കപ്പൽ ഉടമകൾക്ക് വീണ്ടും തിരിച്ചടി. കമ്പനിയുടെ ഒരു കപ്പൽ കൂടി തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കൊളംബോയിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് വരുന്ന MSC പോളോ 2 കപ്പൽ അറസ്റ്റ് ചെയ്യാനാണ് ഉത്തരവ്. 75.5 ലക്ഷം രൂപ കെട്ടിവച്ചാൽ കപ്പൽ വിട്ടു നൽകും. കൊല്ലത്തെ സാൻസ് കാഷ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി നടപടി. മെയ് 24-നാണ് കൊച്ചി തീരത്ത് നിന്ന് 30 നോട്ടിക്കൽ മൈൽ അകലെയായി അറബിക്കടലിൽ MSC എൽസാത്രി കപ്പൽ അപകടത്തിൽപ്പെട്ടത്. കപ്പൽ അപകടത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. MSC എൽസാത്രി കണ്ടെയ്നർ കപ്പലുടമയാണ് കേസിലെ 1-ാം പ്രതി. ഷിപ്പ് മാസ്റ്റർ 2-ാം പ്രതിയും ഷിപ്പിംഗ് ക്രൂ 3-ാം പ്രതിയുമായാണ് കേസ്. മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്തു എന്ന നിലയിലാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം കേരള തീരത്ത് മുങ്ങിയ MSC എൽസാത്രി കപ്പലിനെതിരെ കോസ്റ്റൽ പോലീസ് ദുർബല വകുപ്പുകൾ ചുമത്തിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ദൂരവ്യാപക പരിസ്ഥിതി ആഘാതം ഏൽപ്പിക്കുന്ന അപകടത്തിന് 17 ദിവസത്തിനു ശേഷമാണ് വിമർശനങ്ങൾ തടയാൻ കണ്ണിൽ പൊടിയിടുന്ന നടപടികളുണ്ടാകുന്നത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ച വകുപ്പുകളുടെ സാധ്യത പോലും പരിശോധിക്കാതെ അശ്രദ്ധമായി കപ്പൽ കൈകാര്യം ചെയ്തതിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. M5 ന്യൂസ് കൊച്ചി. കേരള തീരത്തിനടുത്ത് മുങ്ങിയ MSC കപ്പലിലെ ഇന്ധന ടാങ്കുകളുടെ എണ്ണ നീക്കാനാകാത്തത് അപകട സാധ്യതയായി തുടരുന്നു. സ്ഥിതി കൂടുതൽ വഷളാകും മുൻപ് സമയബന്ധിതമായി എണ്ണ നീക്കാനുള്ള ഒരുക്കങ്ങൾ തുടരുന്നുണ്ട്. സങ്കീർണമായ സാഹചര്യം കണക്കിലെടുത്ത് കപ്പലുടമകൾ പുതുതായി കരാർ നൽകിയ സ്ഥാപനമാകും ഇനി എണ്ണ നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. 24 മണിക്കൂറിനകം പ്രവർത്തനം തുടങ്ങും. ടാങ്കിൽ ചോർച്ചയുണ്ടായാൽ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ദൗത്യം നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ധന ടാങ്കുകൾ, വെന്റുകൾ, സൗണ്ടിംഗ് പൈപ്പുകൾ എന്നിവയുടെ ക്യാപ്പിംഗ് സീലിംഗും വിജയകരമായി പൂർത്തിയാക്കിയതാണ് ആശ്വാസം. അതേസമയം സാഹചര്യങ്ങൾ മാറിയതിനാൽ കടലിലെ ദൗത്യം പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല. കരാറുകാരനെ മാറ്റിയതും മൺസൂൺ ശക്തമാവുന്നതുമാണ് കാലതാമസത്തിന് ഇടയാക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായതിനാൽ എയർ ഡൈവിംഗ് പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. കൊച്ചി താജ് മലബാർ ഹോട്ടലിലെ കൺട്രോൾ സെന്ററിലാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. കണ്ടെയ്നറുകൾ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. 4 കണ്ടെയ്നറുകൾ കൂടി കണ്ടെത്താനുണ്ട്.
തിരുവനന്തപുരത്തും രാമേശ്വരത്തും വോളണ്ടിയർമാർ തീരശുചീകരണം തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് 2 ദിവസമായി കന്യാകുമാരിയിലെ തീരദേശ ശുചീകരണം നിർത്തിവച്ചിരിക്കുകയാണ്. M5 ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണത്തിന് നടപടിയായി. റേഷൻ കടകളിലൂടെയുള്ള മണ്ണെണ്ണ വിതരണം ഉടൻ തുടങ്ങും. വിതരണം സുഗമമാക്കാൻ മണ്ണെണ്ണ ഡിപ്പോ ഉടമകളുടെ കമ്മീഷനും കടത്തുകൂലിയും കൂട്ടി. മണ്ണെണ്ണ ഡിപ്പോകൾ പൂട്ടിയത് മൂലം വിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. മഞ്ഞ കാർഡുകാർക്ക് 1 ലിറ്ററും മറ്റ് കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക. ജൂൺ 30 അവസാനിക്കുന്ന 2025-2026 ആദ്യ പദ്ധതിയിലേക്ക് 5676 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത്. മണ്ണെണ്ണ വിഹിതത്തിലുണ്ടായ കുറവ് കൂടി പരിഗണിച്ചുകൊണ്ട് കടത്തുകൂലിയിലും റീറ്റെയിൽ കമ്മീഷനിലും കാലാനുസൃതമായ വർധനവ് വരുത്തണമെന്ന മൊത്ത വ്യാപാരികളും റേഷൻ ഡീലർമാരും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറെ ചുമതലപ്പെടുത്തുകയുണ്ടായി. കമ്മീഷണറുടെ റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ PDS സബ്സിഡി, നോൺ സബ്സിഡി മണ്ണെണ്ണ വിട്ടെടുത്ത് വിതരണം ചെയ്യുന്ന മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലിയിലും റേഷൻ വ്യാപാരികൾക്കുള്ള റീറ്റെയിൽ കമ്മീഷനും വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായി. മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലി ആദ്യത്തെ 40 കിലോമീറ്റർ വരെ കിലോ ലിറ്ററിന് 500 രൂപയും അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 5 രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. +1 സംസ്ഥാനതല പ്രവേശനോത്സവത്തിൽ സന്തോഷത്തോടും പ്രതീക്ഷയോടും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് മന്ത്രി വി ശിവൻകുട്ടി. അടുത്ത വർഷം മുതൽ വിപുലമായ +1 പ്രവേശനോത്സവം നടത്തുമെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പിന്തുണ നൽകും. ആരോഗ്യകരമായ കൗമാരം കെട്ടിപ്പടുക്കാൻ പദ്ധതി സഹായമാകുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. കുട്ടികൾക്കും എന്തും തുറന്നു പറയാനുള്ള അന്തരീക്ഷം സ്കൂളിലും വീടുകളിലും ഉണ്ടാകണം. പൊതുവിദ്യാലയങ്ങൾ പാഠപുസ്തക അറിവുകൾ മാത്രം പകരുന്ന ഇടമായി മാറരുത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കുട്ടികൾ ഒരുമിച്ച് +1 പ്രവേശനം നേടുന്നത്. ബാക്കിയുള്ള +1 അലോട്ട്മെന്റ് എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. M5 ന്യൂസ്, തിരുവനന്തപുരം. തെരുവുനായ ആക്രമണത്തിൽ പൊറുതിമുട്ടി കണ്ണൂർ നഗരം. 2 ദിവസത്തിനിടെ 72 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. നഗരത്തിലെ തെരുവുനായ ആക്രമണം തടയാൻ കഴിയാത്തത് കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ച് LDF പ്രവർത്തകർ കൗൺസിൽ യോഗത്തിലും പുറത്തും പ്രതിഷേധിച്ചു. തെരുവുനായ ശല്യം തടയാൻ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിച്ചെന്നാണ് കോർപ്പറേഷന്റെ ആരോപണം. തിരുവനന്തപുരം പാറശാല പരശിവയ്ക്കലിൽ പിതാവിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ 4 വയസ്സുകാരന് ദാരുണാന്ത്യം. പരശിവയ്ക്കൽ പനയറയ്ക്കൽ സ്വദേശികളായ രജിൻ ധന്യ ദമ്പതികളുടെ ഏക മകനായ ഇമാനാണ് മരിച്ചത്. തലക്കേറ്റ ഗുരുതര പരിക്കിനെ തുടർന്നാണ് കുട്ടി മരിച്ചതെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. നഴ്സറിയിലേക്ക് കൊണ്ടുപോകാനായി കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുന്നതിനിടെ കുട്ടിയുടെ കളിപ്പാട്ടത്തിൽ ചവിട്ടി പിതാവ് കാൽവഴുതി വീഴുകയായിരുന്നു. കുട്ടി ഇയാളുടെ കയ്യിൽ നിന്ന് താഴേക്ക് തെറിച്ചു വീണു. ശസ്ത്രക്രിയയും മണിക്കൂറുകൾ നീണ്ട ചികിത്സയും നൽകിയെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. ഇനി കാലാവസ്ഥ. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നുണ്ട്. ജൂൺ 18, 19, 22 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. നാളെ 7 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. അവസാന മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിൽ സ്ഥാനാർത്ഥികൾ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. RSSുമായി CPM രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടില്ല. RSSുമായി സഹകരിച്ചെന്ന പരാമർശം വളച്ചൊടിച്ചതെന്ന് MV ഗോവിന്ദൻ. BJPയുടെ സഹായത്തിന് വേണ്ടിയുള്ള പ്രണയാർദ്രമായ ഓർമ്മപ്പെടുത്തലെന്ന് VD സതീശൻ. കേരളം ലഹരിക്കെതിരായ പോരാട്ടത്തിലാണെന്നും സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രചാരണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജൂൺ 26-ന് 5ാം ഘട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമാകും. ഇസ്രായേൽ-ഇറാൻ സംഘർഷം 6ാം ദിനവും ആക്രമണം രൂക്ഷം. കനത്ത വ്യോമാക്രമണവുമായി ഇറാൻ. പ്രത്യാക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.